നമ്മൾ ഇന്ന് നഗരക്കാഴ്ചകൾ കാണാനായി പോവുകയാണ്. സാധാരണയായി മനുഷ്യർ ഉറങ്ങുന്ന നേരത്ത് ഉറങ്ങാതെയിരിക്കുന്ന തലസ്ഥാന നഗരിയുടെ മനോഹരമായ ആ രാത്രി കാഴ്ചകൾ നോക്കാം. ഇന്നത്തെ രാത്രി നഗരം എങ്ങനെ ഉറങ്ങാതിരിക്കുന്നു? നൈറ്റ് ലൈഫ് നഗരങ്ങളുടെ പട്ടികയിൽ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ട് കാലങ്ങൾ ഏറെയായി. രാവുകളെ പകലുകളാക്കുന്ന ഇടമായി തിരുവനന്തപുരം നഗരി ആകെ മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും തിരക്കുള്ള നൈറ്റ് ലൈഫ് സ്പോട്ടുകൾ ഒന്നായി തിരുവനന്തപുരം മാറി. കേരളത്തിലെ മറ്റു പല ജില്ലകളും നൈറ്റ് ലൈഫ് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും തിരുവനന്തപുരത്തിനെ നമ്മുടെ തലസ്ഥാന നഗരിയിലെ നൈറ്റ് ലൈഫിന്റെ വൈബ് അതൊന്ന് വേറെ തന്നെയാണ്. അത് കണ്ടും കേട്ടും തന്നെ നമ്മൾ ആസ്വദിക്കണം. നഗരങ്ങൾ പകൽ കാഴ്ചകൾക്ക് നയനമനോഹരമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അന്തിയോടടുക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ അത്ര സുഖകരമാവില്ല. കാരണം കടകൾ നേരത്തെ തന്നെ അടയ്ക്കുന്നതും വെളിച്ചക്കുറവ് മൂലം തെരുവോരങ്ങളിലെ വഴിവിളക്കുകൾ കണ്ണു ചിമ്മുന്നതും രാത്രി കാഴ്ചകളെ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തി. എന്നാൽ ഇപ്പോൾ കഥയും സന്ദർഭവും മാറി. പകലിനേക്കാൾ ജനങ്ങൾക്കിപ്പോൾ പ്രിയമേറുന്നത് രാത്രി കാഴ്ചകൾക്കാണ്. പകല് പോലെ തന്നെ തിരക്കാണ് രാത്രിയിലും ഈ നഗരവീഥികളിൽ. ഉറങ്ങാത്ത നഗരത്തിൽ ഉറക്കമില്ലാതെ പായുന്നവരും കൂടുകൂട്ടുന്നുണ്ട് ഈ പാതിരാവിന്റെ പകിട്ട്. നൈറ്റ് ലൈഫിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ തട്ടുകടകളാണ്. നല്ല വിശന്ന് കാണുന്ന വയറുമായി നമ്മൾ എത്തുമ്പോൾ ദോശയും നല്ല മൊരിഞ്ഞ പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ നമുക്ക് മുൻപിൽ എത്തുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും നൈറ്റ് ലൈഫ് തട്ടുകളെ ആശ്രയിക്കുന്നത്. ആവശ്യക്കാരും ഇതിന് ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രി ഏറെ വൈകി 2 മണി 3 മണികൾ വരെയും കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. മലയാളിയുടെ കൈവിട്ടുപോയ നാടൻ രുചികളും ഗൃഹാതുരത്വം തുടിക്കുന്ന പഴയ ഓർമ്മകളും പുതുതലമുറയിലേക്ക് പകരുന്നതാണ് തട്ടുകട. അനുഭവിച്ചറിയാനും ഓർമ്മകളിൽ ഉണർത്താനും ഉതകുന്ന രീതിയിലാണ് ഓരോ രാത്രി തട്ടുകടകളും ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മള് ഈവനിങ് ഒരു 6:30 മുതൽ മോർണിംഗ് ഒരു 5 o'clock ആണ് നമ്മുടെ ടൈമിംഗ് വരുന്നത്. അതെ, നമുക്ക് ഒരു 9 after 9 ആണ് നമുക്ക് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ടൈം തൊട്ട് ഒരു മോർണിംഗ് ഒരു 2 o'clock വരെ 3 o'clock വരെ ആ ക്രൗഡ് കാണും. അപ്പം ഈ ഒരു ഏരിയ ആണെങ്കിലും ഒരു നൈറ്റ് സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ മൊത്തം നൈറ്റ് കടകളാണ്. അപ്പം അതിൻ്റെ ഒരു കുഴപ്പമില്ല, സെയിൽസ് ഉണ്ട്. നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്, പിന്നെ അല്ലാത്ത ട്രാവലേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. എല്ലാവരും ഉറങ്ങുന്ന രാത്രികളിൽ രാത്രി സഞ്ചാരികളുടെ വിശക്കുന്ന വയറിന് വേണ്ടി ആഹാരം പാകം ചെയ്ത് കാത്തിരിക്കുന്ന ഓരോ തട്ടുകടക്കാരനും പ്രതീക്ഷകൾ ഏറെയാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ IT പാർക്കുകളിൽ ഒന്നായ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരമായതുകൊണ്ട് തന്നെ മിഡ് നൈറ്റ് തട്ടുകടകളെ കൂടുതൽ സജീവമാക്കുന്നത് ടെക്കുകളടക്കമുള്ള യുവജനങ്ങളാണ്. ടെക്നോ പാർക്ക് പ്രദേശത്തെ തട്ടുകടകൾ എല്ലാം രാത്രി വൈകിയാലും കണ്ണടയ്ക്കാറില്ല. ദൂരയാത്രയ്ക്ക് ശേഷവും ജോലി കഴിഞ്ഞെത്തുന്നവർക്കും തട്ടുകടകൾ സഹായകരമാണ്. മിതമായ നിരക്കിൽ വായിൽ കപ്പലോടിക്കുന്ന വിധം വൈവിധ്യമാർന്ന നാടൻ രുചികളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പം എങ്ങനെയുണ്ട് തിരുവനന്തപുരം നൈറ്റ് ലൈഫ്? തിരുവനന്തപുരം നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഇപ്പം വെക്കേഷൻ വരുന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇവിടെ ഈ കഴക്കൂട്ടം അങ്ങ് മുതൽ ഇങ്ങ് വരാം. ഞങ്ങൾ മിക്കപ്പെടുന്നുണ്ട് ബ്രോക്കോയിൽ വരും. ഫുഡ് അടിക്കും. എനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു പെട്രോൾ പമ്പ് അറിയാവോ? അവിടെ ഒത്തിരി വെള്ളമൊക്കെ കെട്ടിക്കിടക്കും. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ട് അതുവഴി വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും എൻ്റെ കൂട്ടുകാരന്മാരാണ്. ഇവർ രണ്ടുപേരും ഒരു ദിവസം ആ വെള്ളത്തിൽ എന്തോ എന്തിനാണെന്ന് അറിഞ്ഞൂടാ, മൂത്രമൊഴിക്കാൻ എന്തിനാണോ അവർ വണ്ടി നിർത്തിയത്. കുറെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നോക്കുമ്പോൾ ഇവർ മറ്റേ വെള്ളം കൊരിയെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്ന് വെച്ചാൽ ഞങ്ങളൊരു വേസ്റ്റ് വാട്ടറിലാണ് ചുമ്മാ വെള്ളം കൊരി കളിച്ചുകൊണ്ടിരുന്നത്, ചെളിവെള്ളത്തിൽ. പക്ഷെ ഞങ്ങൾക്കത് വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓർത്ത് ചിരിക്കാനും കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഒരു ഇതില്. പിന്നെ നല്ല ഫണ്ണായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു.
അല്ലെ ഫ്രണ്ട്സ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ലൈഫ് തന്നെ അടിപൊളിയല്ലേ? ഓ ഭയങ്കര പൊളിയാണ്, ഭയങ്കര പൊളിയാണ്. കുറെ സ്ഥലത്ത് പാർട്ടി കാര്യങ്ങളെല്ലാം ഒക്കെ വന്നിട്ട് ഇപ്പം ഒരു 6 മണിക്ക് ശേഷം ഫുൾ ഓണാണ്. ഇപ്പം ട്രിവാൻഡ്രം കടക്കൂട്ടം എല്ലാം ഇപ്പം ഫുൾ ഓണാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം 6 മണിക്ക് ശേഷമാണ് പൊതുവെ. ഇപ്പം നൈറ്റ് ലൈഫ് 6 മണിക്ക് ശേഷമാണ്. 6 മണി തൊട്ട് അറൗണ്ട് ഒരു 4 മണി 5 മണി വരെ, ഏർലി മോർണിംഗ് 5 മണി വരെയൊക്കെ ഫുൾ ഓണാണ്. നിങ്ങൾ എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ നഗരത്തില്? ഞങ്ങളൊരു 2-3 മണി വരെ, ചിലപ്പോ ഒരു 12 മണിയാകുമ്പോൾ വീട്ടിൽ പോകും, ചിലപ്പോ ഒരു 2 മണി 3 മണി. പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 4 മണി വരെയെങ്കിലും നിൽക്കും. സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നവരാണോ? ഓ സ്ഥിരമായിട്ട് വരും, മിക്കപ്പോഴും വരും. ഓ ഇഷ്ടമുള്ള ഐറ്റം ഏതാണ് ഇവിടുത്തെ? ഇവിടത്തെ വിഴിഞ്ഞം ചിക്കനും വിഴിഞ്ഞം? ഓ ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത്. അപ്പം വേറെന്താണ്? എന്റെ ഫ്രണ്ട് പ്രണോയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് സജസ്റ്റ് ചെയ്തത് യേശുദാസ്, എന്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരന്മാരെ. അപ്പൊ നിങ്ങൾ ആദ്യം മുതൽ തിരുവനന്തപുരംകാർ തന്നെയാണ് അല്ലേ? അതെ അതെ, തിരുവനന്തപുരക്കാരനാണ്. നിങ്ങൾ പഠിക്കുന്നോ അതോ ഇല്ല, ജസ്റ്റ് ചില്ലിങ് അല്ലേ? ഞാൻ പുറത്ത് പണിയെടുക്കുന്നു, ജോലി എടുക്കുന്നു. ഞാൻ IELTS പഠിച്ചോണ്ടിരിക്കുന്നു. ഓ അപ്പൊ ഇനി തിരിച്ചു പോകുന്നില്ലേ? ഞാൻ നാളെ പോകണം. നാളെ പോവാം. ഓ നാളെ. ഖത്തറിലെന്താ പോകുന്നത്? ഞാൻ അടുത്ത മാസം വന്നു. അടുത്ത മാസം പോകും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ യുവാക്കൾ മാത്രമേ എത്തുന്നു, ഈ സ്ത്രീകള് അങ്ങനെ പെൺകുട്ടികളൊക്കെ വരാറില്ല? പെൺകുട്ടികള് ഇവിടെ അല്ല, ആൺപിള്ളേരാണ് പൊതുവെ ഓ വരാറ്. പെൺപിള്ളേര് വരും, ഇവിടെ നിക്കുന്നതൊക്കെ കാണും, അല്ലാതെ പിന്നെ വേറെ ഇതൊന്നും ഇല്ല. ടെക്നോ പാർക്കിന്റെ സൈഡ് ആയതുകൊണ്ട് നല്ല പെണ്ണുങ്ങളൊക്കെ വരാറുണ്ട്. രാത്രി ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ വരും. ഐ മീൻ നല്ല പെണ്ണുങ്ങൾ, ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഇപ്പൊ ഇറങ്ങാറുണ്ട്. മറ്റേത് പണ്ടൊക്കെയാണെങ്കിൽ ഒട്ടും കാണത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഒരുപാട് പെണ്ണുങ്ങൾ ഇറങ്ങാറുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവരും ഒരുപാടുണ്ടല്ലോ അല്ലേ? ആ ഇവിടെ ഫാമിലി ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇടയ്ക്ക് ദോശയൊക്കെ കഴിക്കുന്ന കാണാറുണ്ട്. അതല്ലേ. ഓ പാട്ടൊക്കെ പാടുവോ? ഓ ഞാൻ പാടും. പാടുവോ? ഓ അത് പഠിക്കായിരുന്നു. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊഴി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കാവ്യമന്ദിനാന പൂരം കണ്ടീല, മായക്കൈ തൊട്ടും നിൻ മേളം കേട്ടീല. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. മതിയോ? അടിപൊളി. തട്ടുകടകൾ വന്നതോടുകൂടി രാത്രികാല റെസ്റ്റോറന്റുകൾ സജീവമല്ലാതെ പോകുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തില്ല. രാത്രി ഏറെ വൈകിയും നിരവധി ആളുകളാണ് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനും സമയം ചിലവഴിക്കാനുമൊക്കെയായി എത്തുന്നത്. മുൻപ് യുവാക്കൾ മാത്രമാണ് രാത്രികാല റെസ്റ്റോറന്റുകളിൽ നൈറ്റ് ലൈഫുകൾ ആസ്വദിക്കാൻ എത്തിയിരുന്നത് എന്നതിൽ നിന്നും മാറി ഇപ്പോൾ കുടുംബമായി എത്തുന്നവരും ഏറെയാണ്. ഓരോ റെസ്റ്റോറൻറ്റുകൾക്കും ഓരോ പ്രത്യേകതയാണ്. ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുക അതിൻ്റെ മനോഹരമായ ആംബിയൻസ് ആണ്. വർണ്ണാഭമായ ലൈറ്റിങ്ങും മൃദുസംഗീതവും ഒക്കെയായി മൊത്തത്തിൽ ആകെ ഒരു വിസ്മയമാണ്. കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടി സമയം ചിലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് തിരുവനന്തപുരത്തെ റെസ്റ്റോറൻറ്റുകളും. ചേട്ടാ സമയം ഇപ്പോൾ 2:45, ഏറെ വൈകിയും ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏത് സമയമാകുമ്പോഴത്തേക്കായിരിക്കും ഇത് തിരക്കൊന്ന് കുറയുന്നത്? അങ്ങനെ നൈറ്റ് ലൈഫ് വന്ന ശേഷം നൈറ്റാണ് ഇവിടുത്തെ സെയിലിൻ്റെ ഒരു പ്രധാന ഭാഗം ഉണ്ടാകുന്നത്. എത്ര പകരം മണിക്ക് ആരംഭിക്കാനായിട്ട്? ഇത് 24 hours ആണ് ഇപ്പോൾ നിലവിൽ. നൈറ്റാണ് നമ്മുടെ ഒരു സെയിലിൻ്റെ ഒക്കെ 70% വരുന്നത്. രാവിലെ ഒരു 4 മണി വരെ ഈ തിരക്ക് തുറന്നുകൊണ്ടായിരിക്കും. അതെ, 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ചായക്കടകളും തിരുവനന്തപുരത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. ഇതിനു മുൻപ് ആരും ചായക്കട നടത്തിയിട്ടില്ല എന്ന് തോന്നും രാത്രികാലങ്ങളിലെ ചായത്തട്ടുകളിലെ തിരക്ക് കണ്ടാൽ. തട്ടുകടകളെയും റെസ്റ്റോറൻറ്റുകളെയും ക്ലബ്ബുകളെയും ഒക്കെ നമ്മൾ പരിഗണിക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും നമ്മൾ ടർഫുകളെ പരിഗണിക്കാറില്ല, നമ്മൾ തഴയാറാണുള്ളത്. എന്നാൽ രാത്രികാലങ്ങളെ ആസ്വദിക്കുന്ന അതേ രീതിയിൽ തന്നെ ടർഫുകളെ സജീവമാക്കി കായിക വിനോദങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ നിരവധിയാണ് ഇവിടെ. അപ്പൊ എങ്ങനെയുണ്ട് നൈറ്റ് ലൈഫ് ഒക്കെ? അടിപൊളി, അടിപൊളിയാണ്. അപ്പൊ സ്ഥിരമായിട്ട് നിങ്ങൾ ടർഫിൽ വന്ന് കളിക്കാറില്ല? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഞങ്ങളുടെ വർക്ക് ഫ്രം ഹോമിന്റെ അല്ലെങ്കിൽ ഓഫീസ് വർക്കിനനുസരിച്ച്. എല്ലാവരും ടെക്കീസ് ആണ്? അതെ അതെ, ഞങ്ങളെല്ലാവരും ഓഫീസിൽ പരിചയമായതാ. പുതുതായിട്ട് ആരെങ്കിലും വരാറുണ്ട് ടർഫിൽ? അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിലോ ഒരാളും കൂടിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ക്രിക്കറ്റും ഫുട്ബോളും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കൂടുതലും ക്രിക്കറ്റ് തന്നെയാണ് കളിക്കുന്നത്. ചിലപ്പോൾ ഫുട്ബോളും ഇല്ല, ഇതുവരെ ഫുട്ബോൾ കളിച്ചിട്ടില്ല, ക്രിക്കറ്റ് തന്നെയാണ് കളിക്കുന്നത്.
എല്ലാവർക്കും അത്യാവശ്യം അങ്ങനെ ആരും കളിക്കണവരല്ല, ജസ്റ്റ് ഇവിടെ ഒരു ഫൺ അത്ര പ്രാക്ടീസ് അല്ല, ജസ്റ്റ് ഫോർ ഫൺ അത്രേ ഉള്ളൂ. ഇപ്പോൾ അറിയാത്തവരും അറിയണവരൊക്കെ ഇവിടെ വന്ന് കളിക്കും, പരിചയപ്പെടും അങ്ങനെ. യാത്രകളെ ഏറെ സ്നേഹിക്കുകയും യാത്രാനുഭവങ്ങൾ ഏറെ ഉള്ളതുമായ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ പകലിനേക്കാൾ മനോഹരമായി രാത്രിയെ പ്രയോജനപ്പെടുത്തുവാനും രാത്രിയെ സ്നേഹിക്കുവാനും കഴിയുന്ന നിരവധി ആളുകളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. അത്തരം ചില ആളുകളെയാണ് നമ്മൾ തലസ്ഥാന നഗരത്തിൽ ഈ നിലാവത്ത് കണ്ടതും കേട്ടതും അറിഞ്ഞതുമെല്ലാം. നിലാവ് പോലെ ചിരിക്കുന്ന ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം സൗമി മാത്യു, M5 ന്യൂസ്, തിരുവനന്തപുരം.